കാരണം ഇന്നലെ ഉള്ളവരായിരിക്കില്ല ഇന്നുണ്ടാവുക, ഇന്നുള്ളവരായിരിക്കില്ല നാളെ ഉണ്ടാവുക. എങ്കിലും നമ്മളോടൊപ്പം സ്ഥിരമായിട്ടുള്ള കുറെ ആളുകളുണ്ട്. വേൾഡ് ഓഫ് വൈബ് എങ്ങ് പോയി നീ? ഇന്നലെ പറഞ്ഞൊരു പാട്ട് ഞാൻ പാടാം. ഇന്നലെ കുറച്ച് 4 പേര് പാടിയതാണത്. ഏതായിരുന്നു? എത്ര നാള് കാത്തിരുന്നു. എത്ര നാള് കാത്തിരുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ വേണ കൂടെ ഞാനും 2 വരി പാടാം. കൂടെ പാടിക്കോ. ഞാനും നന്നായി ഒന്നും പാടില്ല. ഇപ്പോഴൊന്നുമില്ല, പക്ഷെ എനിക്ക് വരികൾ കറക്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ പാടുമ്പോ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. ആറ്റിലെത്തിയൊരമ്പിളി മീനിന്, അതാണ് ഫസ്റ്റത്തെ ലൈന്. അതൊന്നും ഞാൻ പാടില്ല, അതൊന്നും നമുക്കറിയില്ല. എനിക്കറിയൊന്നുമില്ല, പറ്റണ പോലെ പാടാണ്. അപ്പൊ അത് പാടിക്കോ. ശരിക്ക് നമ്മള് കരോക്കെ വെച്ച് പാടുമ്പോ നമ്മൾ പാടണ്ട ശരിക്കും. അത് കോറസാണ് ശരിക്കും. നമുക്കിവിടെ കരോക്കെ നടക്കൂല. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചൂണ്ടയെറിഞ്ഞൊരു മുക്കുവനാണേ, കടലാകെ തട്ടിലെ മുത്തിലെ ഹാസിലാക്കിയ മുത്തിവനാണേ. എത്ര നാള് കാത്തിരുന്ന് ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്ന് ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്ന് ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്ന് ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാളു കാത്തിരുന്ന് ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്ന് ഒന്നു മിണ്ടുവാൻ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. മഹറ ഞാൻ വന്നിടാം, നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ മാറ്റിയിടുമോ, വന്നിടുമോ. സ്നേഹത്തിൻ പൂങ്കാവിലായി മധുവൂറും പൂവാകുമോ. എത്ര നാളു കാത്തിരുന്ന് ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്ന് ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്ന് ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്ന് ഒന്നു മിണ്ടുവാൻ. അടിപൊളി, സൂപ്പർ. ഗിന്നസ് വേൾഡ് ആരാ എന്റെ ഇക്കാൻ ഇങ്ങനെയൊക്കെ ട്രോളുന്ന അയനാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ. അയന എന്താണ്? ഡോണ്ട് അത് അയനാട് ശരി വെറുതെ ഒരു ജോക്ക് പറഞ്ഞതാ. അയനോ കേട്ടില്ലേ പറഞ്ഞത്? ആളുണ്ട് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടോ. അയിത്ത പാട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. സന്തോഷ് വേൾഡ്. ബാക്കി ആരുള്ളത് വേറെ താഴെ കമന്റ് ചെയ്ത്? നെതീർത്ത, ഇത് നമ്മുടെ കസിൻ സിസ്റ്റർ ആണ്. ഇപ്പൊ നമ്മളോട് പാട്ട് പാടിയത്. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ. എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ, ബാക്കി വരികളൊന്നും എനിക്കും അറിയില്ല. അപ്പൊ അത് ഒരു ദിവസം എഴുതിയിട്ടാ മതി. പാടി. എങ്ങനെ? ഒരു ദിവസേ അത് എഴുതിയിട്ടാ മതി കരോക്കയിൽ നോക്കിയിട്ട്. എഴുതിയെടുക്കാനൊക്കെ ഇരിക്കണ്ട ശരിയാത്ത. എനിക്ക് മെനക്കെടുന്ന പണികളോടൊന്നും വലിയ നമ്മള് താല്പര്യമില്ല. വിചാരിച്ചേ ഓരോ പാട്ടുകാരും പാട്ട് പാടുമ്പോ നമ്മൾ വിചാരിക്കും അത് ഈസി ആയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം തുറക്കുന്ന പോലെയാണ്. അതിന് കുറച്ച് പണിയുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് ഞാനും അങ്ങനെട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പാട്ടുകാരിത് ജന്മനാ അങ്ങോട്ട് കാണുമ്പോണ്ട് പാടി പോകുന്നതിന്റെ വിചാരം. അത് നമ്മളിങ്ങനെ മാറ്റം വന്നില്ലേ? അത് നമ്മളിങ്ങനെ ഓരോരുത്തർ കൈകൊണ്ട് കാട്ടുമ്പോഴും മുഖം കൊണ്ടുള്ള ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോ വിചാരിക്കും എന്തിനെ ഒരു പാട്ട് പാടണ ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടണെന്ന്. പക്ഷെ എനിക്ക് പാടുമ്പോ അത് അങ്ങനെ ആയിപ്പോ ഇപ്പൊ ഒരു മനസ്സിലായി. അതിന്റെ ആ ഒരു ഇത് വരണമെങ്കിൽ നമുക്ക് എക്സ്പ്രഷനും കയ്യും ഇതൊക്കെ വരും. കയ്യും കാലൊക്കെ ഇളകണം എന്നുള്ളത് അല്ലേ? അതെ അതെ അതെ. ഇനി അയന ഇത്ര സൂപ്പറായിട്ട് പാടി എന്ന് പറയുന്നുണ്ട്. ഒരു പാട്ടുണ്ട് കേട്ടാ. പാട് പാട് പാട്. മഴവില്ലിൻ ചേലാണ് എന്നുള്ളത്. അതെ, മഴവില്ലിൻ ചേലാണ് മഴവില്ലിൻ